ഹായ് തുമ്പി ട്രാവലിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് കിളിക്കൂടും കിളിക്കുഞ്ഞുങ്ങളും കുറച്ച് നമ്മുടെ പൂക്കളും. ഈ കാണുന്ന ചെറിയ മരങ്ങളിൽ നോക്കി പോയാൽ ഒരുപാട് കിളിക്കുഞ്ഞുങ്ങളും കിളിക്കൂടൊക്കെ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. 2 കുരുവി കുഞ്ഞുങ്ങൾ നല്ല ഉറക്കത്തിലാണേ. നോക്കൂ, ഇതുപോലെ ചെറിയ മരങ്ങളിലായിരിക്കും കിളികൾ കൂട് കൂട്ടിയിരിക്കുന്നത്. നമുക്കിതുപോലെ നോക്കി നോക്കി പോയെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 2 ചെറിയ കുരുവിയുടെ കുഞ്ഞാണ്. നോക്കി, നല്ല ഉറക്കത്തിലാണ് കയ്യിലിരുന്ന്. 2 പേരും നല്ല ഉറക്കത്തിലാണ്. അവരെ നമുക്ക് ഉണർത്തണ്ടേ? ഒന്ന് വിളിക്കാം. അടുത്ത മരത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടോ? പ്രാവും കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കും. പ്രാവിൻ്റെ കുട്ടിയല്ലേ, ഇതൊരു വേറെ സൈസ് കിളിയാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഇതാണ് ആ കിളികൾ കേട്ടോ. അതിനെ നമുക്ക് എടുത്ത് കാണിക്കാം നന്നായിട്ട്. കണ്ടാൽ പ്രാവും കുഞ്ഞ് കണക്ക് ഇരിക്കും, പ്രാവിൻ്റെ കുഞ്ഞല്ല. നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ, ചെറിയ കുട്ടികൾ. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഫയർ കാക്കറിൻ്റെ പൂക്കൾ വീഡിയോ ചെയ്യാനാണ് വന്നത്. വരുന്ന വഴിയിലെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരുപാട് കിളിക്കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? നോക്കൂ, അങ്ങനെ നടന്ന് മരുഭൂമിയിലെ രാജാക്കന്മാരുടെ തറവാട്ടിലേക്ക് നമ്മൾ വന്നു. ഫയർ കാക്കർ നോക്കിയേ, ഒരുപാട് വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. സീസണാണ് ഇനി അങ്ങോട്ട്. ഒരുപാട് വാരിപ്പൂത്ത് തുടങ്ങുന്നുണ്ട്. നോക്കിയേ, ഇനി ഇവരുടെ സീസണാണ്. മഴയും വേണ്ട, വെള്ളവും വേണ്ട, കൊടും ചൂടിലെ രാജാവ്. അത്രയ്ക്ക് പൂക്കുന്ന ഫയർ കാക്കറാണ് ഇവിടെ നിറയെ പൂത്ത് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് മുട്ടിട്ട് വരുന്നുണ്ട്. കൊലകുത്തി പിടിക്കുന്ന പൂക്കളാണിത്. കാണാൻ മനോഹര കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും. 1 മാസമോ 2 മാസമോ കൂടെ കഴിഞ്ഞാൽ ഒരുപാട് ഇതിനേക്കാളും നിറയെ നമുക്ക് പൂക്കളെ കാണാം. എന്തായാലും ഫയർ കാക്കർ മരുഭൂമിയുടെ രാജാവ് തന്നെയാണ്. അത്രയ്ക്ക് പൂക്കും. പൂക്കളുടെ വെറൈറ്റി എന്ന് പറഞ്ഞാലേ കമ്പിത്തിരി പോലെ ഇരിക്കും, നെൽക്കതിര് പോലെ പൂത്ത് നിന്ന് ചാഞ്ഞ് നിൽക്കുന്നതാണ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നത്. അതൊരു വളരെ ഒരു ഭംഗിയാണ് കാണാൻ തന്നെ. ഒരുപാട് പൂക്കും. ഇപ്പോഴും വളരെ കുറവാണ്. ഫയർ കാക്കർ എന്ന് പറയുമ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് ഇവിടെ പൂക്കുന്നതാണ്. പല സ്ഥലങ്ങളിൽ എങ്ങനെയാണ് കാലാവസ്ഥ എന്നറിയില്ല. ഇവിടെ ചൂടിനനുസരിച്ചിട്ട് ഒരുപാട് പൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ആ ചൂട് ടൈമിലാണ് ഞാൻ 1-2 വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് തന്നെ. അത്രയ്ക്ക് പൂ കിട്ടുന്നത്, ഒരുപാട് പൂത്ത് വരുന്നതാണ്. ഇനിയിപ്പോൾ ഈ മാസം കൂടെയൊക്കെ കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഘോഷയാത്ര സീസണാണ്. ഒരുപാട് ഫയർ കാക്കർ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി പൂക്കളാണ്. വെള്ളവും വേണ്ട, മഴയും വേണ്ട, എനർജിയോടെ ചൂടത്ത് പൂത്ത് നിൽക്കാൻ കെൽപ്പുള്ള ഒരു ചെടിയാണ് ഈ ഫയർ കാക്കർ. നല്ല മരുഭൂമിയിൽ ഒരുപാട് പൂവിട്ട് കിട്ടുന്ന ഈ പൂക്കൾ നല്ല റേറ്റിലാണ് ഈ തൈകൾ വാങ്ങിക്കൊണ്ട് ആൾക്കാർ പോകുന്നത്. നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ പൊരുത്തപ്പെടാൻ പറ്റിയ ഒരു ചെടിയാണ്. അതുകൊണ്ട് നല്ല റേറ്റുണ്ട്. എന്തായാലും ഫയർ കാക്കർ ഇത്രയും മനോഹരമായി പൂത്ത് കിടക്കുന്ന ഒരു പാടമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബർ ചെയ്യാനോ ആൾബെല്ല് അമർത്താനോ മറന്നു പോകണ്ട. നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ല് നിങ്ങൾ തീർച്ചയായും അമർത്തണം കേട്ടോ. ഞാൻ അപ്പോഴപ്പോഴും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും നോട്ടിഫിക്കേഷനായിട്ട്. ഫയർ കാക്കറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഇതുപോലെ യാത്രാപരമായിട്ട് ഒത്തിരി വീഡിയോകൾ ചെയ്യാനുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നുണ്ട്. വളരെ ആഗ്രഹമാണ് എൻ്റെത്. നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടാണ് ഇനിയും ഇതുപോലെ പൂക്കൾ വീഡിയോ ചെയ്യാനും നല്ല നല്ല കാഴ്ചകൾ കൊണ്ട് തരാനും എനിക്ക് കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെയാണെങ്കിലോ നല്ല കാറ്റാണ് എപ്പോഴും. അതുകൊണ്ടാണ് ഈ പൂക്കളെല്ലാം ചാഞ്ഞ് തറയിൽ പറ്റി കിടക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒരു കാഴ്ചയാണ്. എല്ലാം മേളിലോട്ട് വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ നല്ലതാണ്. ഇവിടുത്തെ കാറ്റിൻ്റെ രീതി കൊണ്ട് എല്ലാം തറയിൽ ചാഞ്ഞ് വീണതുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല പൂക്കളെ ഫയർ കാക്കറിൻ്റെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് 1-2. അതുപോലെ തന്നെ മഞ്ഞ ഫയർ കാക്കറിൻ്റെ ഒരു പൂക്കളും കൂടെ കാണിക്കാം. അത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ്. ഇതാണ് നല്ല മഞ്ഞ കളറിൽ നിൽക്കുന്നത് കാണാം. മഞ്ഞ കളറിലെ കാണാൻ മുത്തല്ലേ, നോക്കി
എന്തൊരു കാഴ്ച എന്നറിയോ, നല്ല ഭംഗിയിൽ പൂത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരാം. ഓക്കെ, ബൈ.